ആർത്തലച്ചു വരുന്ന തിരമാലകളിൽ നിന്ന് ജീവൻ രക്ഷിക്കുന്ന ലൈഫ് ഗാർഡുമാർ നേരിടുന്നത് കടുത്ത അവഗണനയാണ്. ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന ഇവർക്ക് യാതൊരു ആനുകൂല്യവും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല. ലൈഫ് ഗാർഡ് തസ്തിക സൃഷ്ടിച്ച് സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണമെന്ന ആവശ്യം ഇതുവരെ അംഗീകരിച്ചില്ല. ശമ്പള സ്കെയിലും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്ന ആവശ്യങ്ങൾക്ക് മുന്നിലും സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണ്. വിരമിക്കുന്ന ലൈഫ് ഗാർഡുമാർക്ക് 5 ലക്ഷം രൂപ വീതം നൽകുമെന്ന തീരുമാനവും ഇതുവരെ നടപ്പായില്ല. ടോപ് 10 സ്പെഷ്യൽ കാണാം. കടൽ തീരയിലേക്ക് ഒന്നും നോക്കാതെ ജീവൻ രക്ഷിക്കാൻ എടുത്തു ചാടുന്ന ലൈഫ് ഗാർഡുമാരുടെ ജീവിതം അത്ര ശോഭനമല്ല. കടലിനോട് മല്ലടിച്ചാണ് ഓരോ ജീവനും ഇവർ കരക്കെത്തിക്കുന്നത്. എന്നാൽ ലൈഫ് ഗാർഡുമാരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. കായികക്ഷമത ഉൾപ്പെടെ പരിശോധിച്ചാണ് ലൈഫ് ഗാർഡുമാരുടെ നിയമനം. ലൈഫ് ഗാർഡ് തസ്തിക സൃഷ്ടിച്ച് സ്ഥിരം ജീവനക്കാരായി തങ്ങളെ അംഗീകരിക്കണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ദിവസവേതനത്തിലും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ലൈഫ് ഗാർഡുമാരെ 25 വർഷം കഴിഞ്ഞിട്ടും സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്നത് മാത്രമല്ല, ന്യായമായ വേതനമോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല. ചികിത്സാ സൗകര്യങ്ങളോ ഇൻഷുറൻസോ ഇല്ല. ദീർഘകാലം സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന ലൈഫ് ഗാർഡുമാർക്ക് 5 ലക്ഷം രൂപ വീതം നൽകുമെന്ന് 2017 ചേർന്ന മന്ത്രിതല യോഗത്തിലെടുത്ത തീരുമാനവും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഓണത്തിന് ഉത്സവ ഭത്തയായി ലഭിക്കുന്നത് 1210 രൂപയാണ്. 3 വർഷമായി ലൈഫ് ഗാർഡുമാർക്ക് യൂണിഫോം അനുവദിച്ചിട്ട്. പലരും സ്വന്തം പണം മുടക്കിയാണ് യൂണിഫോം ഉൾപ്പെടെ വാങ്ങിയിട്ടുള്ളതും. ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ച് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടും സർക്കാർ ഒന്നും കാണാത്ത മട്ടിലാണ്. വിരമിച്ചതിന് ശേഷം ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് സംസ്ഥാനത്തെ ലൈഫ് ഗാർഡുമാർ. ഇനിയും അവഗണന തുടരുകയാണെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് ഇവരുടെ തീരുമാനം. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഓരോ ലൈഫ് ഗാർഡും തിരയോട് മല്ലടിച്ച് അപരന്റെ ജീവൻ രക്ഷിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ സർക്കാർ മുഖം തിരിക്കുമ്പോൾ ജീവിതം ഇനി എന്താകുമെന്ന ആശങ്കയിലാണവർ. എല്ലാ തിരക്കുകൾക്കിടയിലും തങ്ങളെ കൂടി പരിഗണിക്കണമെന്നാണ് അവർക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇത്രയും അപകടകരമായ ജോലി ചെയ്തിട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ തങ്ങളെ പരിഗണിക്കുന്നില്ല എന്നാണ് ലൈഫ് ഗാർഡുമാരുടെ പരാതി. പലപ്പോഴും ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണെന്നും പലരും ജോലി മതിയാക്കി പോവുകയാണെന്നും ഇവർ പറയുകയാണ്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. പിന്നെ നമ്മുടെ ലൈഫ് ഗാർഡുകൾ 60 വയസ്സ് കഴിഞ്ഞു പോകുമ്പോൾ വിരമിക്കൽ ആനുകൂല്യം എന്നൊരു ആനുകൂല്യം എല്ലാ മേഖലയിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫ് ഗാർഡുകൾക്ക് അത് കിട്ടുന്നില്ല. സ്ഥിരം നിയമനം നമ്മുടെ തൊഴിലാളികളെ സ്ഥിരം നിയമന തൊഴിലാളികളെ അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു 10-30 പ്രാവശ്യമെങ്കിലും സമരം ചെയ്തിട്ടുണ്ട്. അത് CAT യൂണിയൻ, AITUC, INTUC അല്ലാതെ പൊതുവായിട്ടുള്ള എല്ലാവരും സംയുക്തമായ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ സർക്കാർ അംഗീകരിക്കാമെന്ന് പറയണമല്ലാതെ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. ഞാൻ 28 കൊല്ലമായിട്ടും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പേപ്പർ കൊടുത്ത് മടുത്ത്. ഇത് നമ്മൾ 28 കൊല്ലം വരെ 100 കണക്ക് ജീവനെയാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത്. എന്നാലും ഗവൺമെൻറ് 5 രൂപ നമുക്ക് അത് നമ്മളെ സ്ഥിരപ്പെടുത്തുക. ഇത്ര കൊല്ലമായിട്ട് ഒരു ഇൻഷുറൻസ് തന്നെ കടലിൽ മരിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് തരുള്ളൂ. കരയിൽ എന്തെങ്കിലും വണ്ടിയോ എന്തെങ്കിലും ഇടിച്ച് പോയാൽ ഒരു സഹായമില്ല. പ്രതിഷേധം എന്ന് പറയുന്നത് ഇനി അനിശ്ചിതകാല സമരത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ളൊരു തീരുമാനമുണ്ട്. തീരുമാനം എല്ലാവരും കൂടെ ഇങ്ങനെ ആയി വെച്ചേക്കുന്നത്. അത് ഇന്ന പാർട്ടി അങ്ങനെയുള്ളതല്ല. എല്ലാവരും കൂടെ സംയുക്തമായിട്ട് ചെയ്യാൻ വേണ്ടി. കാരണം അല്ല ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഒരു തരത്തിലും സർക്കാർ ഞങ്ങളെ പരിഗണിക്കുന്നില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആതിര രാധാകൃഷ്ണൻ നൽകും. ആതിര, വർഷങ്ങളായി അപകടകരമായ ജോലി ചെയ്തിട്ടും സർക്കാർ അവഗണിക്കുകയാണ് എന്ന് പറയുകയാണ്. ഓരോരുത്തരും വലിയ വേദനയിലാണ് അവരുടെ ആശങ്ക പങ്കുവയ്ക്കുന്നത്. ശമ്പളം ഉയർത്തണം എന്ന ആവശ്യം, ഒപ്പം വിരമിക്കൽ ആനുകൂല്യം നൽകണം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോയേക്കും എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ സംസാരം. അങ്ങനെ തന്നെയാണോ കരുതേണ്ടത്? സംസ്ഥാനത്ത് ഈ ലൈഫ് ഗാർഡുമാരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമാണ്. കാരണം അവർക്ക് നിലവിലൊരു സ്ഥിര നിയമനമല്ല. ഈ 20 വർഷത്തോളം അല്ലെങ്കിൽ 30 വർഷത്തോളം ജോലി ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ അവരൊന്നും തന്നെ സ്ഥിരപ്പെടുത്തുന്നില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. ഒരു തസ്തിക സൃഷ്ടിച്ച് അവരെ സ്ഥിരപ്പെടുത്തണമെന്നാണ് ഈ ലൈഫ് ഗാർഡുമാരുടെ ആവശ്യം. അവർ ഉയർത്തുന്ന പ്രധാന ആവശ്യം അതാണ്. അതുപോലെ തന്നെ ഈ 60 വയസ്സിൽ അല്ലെങ്കിൽ 56 വയസ്സിലൊക്കെ വിരമിക്കുന്നവരുണ്ട്. അവർക്ക് വിരമിക്കൽ ആനുകൂല്യമായി
5 ലക്ഷം രൂപ നൽകണമെന്നും ഈ ലൈഫ് ഗാർഡുമാർ ആവശ്യപ്പെടുന്നു. 2017 മന്ത്രിസഭാ യോഗത്തിൽ ഇതിലൊരു തീരുമാനമുണ്ടായതാണ്. പക്ഷേ ഇതുവരെ ഈ 5 ലക്ഷം രൂപ വിരമിച്ച ഒരു ലൈഫ് ഗാർഡുമാർക്കും കിട്ടിയിട്ടില്ല എന്നും അവർ ഒരു പരാതിയായി ഉയർത്തുന്നുണ്ട്. മാത്രമല്ല ഇൻഷുറൻസ് പോലുള്ള പരിരക്ഷകളും ഈ ലൈഫ് ഗാർഡുമാർക്ക് കിട്ടുന്നില്ല. ഈ തിരയിൽ അഥവാ ജീവൻ രക്ഷിക്കുന്ന സമയത്ത് തിരയിൽപ്പെട്ട് മരിക്കുന്നവർക്ക് മാത്രമാണ് 20 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷയുള്ളത്. അല്ലാത്തവർക്കൊന്നും തന്നെ ഇത്തരത്തിലൊരു പരിരക്ഷ പോലും ലഭിക്കുന്നില്ല. ചികിത്സാ സഹായമോ മറ്റോ ഒന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഇവർക്ക് ഭക്ഷണത്തിനും അതുപോലെ തന്നെ ഈ വസ്ത്രം അലക്കുന്നതിനും വാഷിംഗ് അലവൻസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ ഈ ഫുഡ് അലവൻസും വാഷിംഗ് അലവൻസും അവർക്കില്ല. ഇതെല്ലാം തന്നെ സ്വന്തം പണം ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ 3 വർഷത്തോളമായി ഇവർക്ക് യൂണിഫോം അനുവദിച്ചിട്ട് ഈ എല്ലാം കഴിഞ്ഞ് അവസാനം ഇവർ ആശങ്കപ്പെട്ടുകൊണ്ടാണ് ഈ ജോലിയിൽ നിന്നും പുറത്തു പോകുന്നത്. പിന്നീട് ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നതിന് ഒരു ഉത്തരമില്ലാത്ത സ്ഥിതിയാണ് നിലവിൽ ഈ ലൈഫ് ഗാർഡുമാർക്കുള്ളത്. ഏതായാലും ഇതിനൊരു പരിഹാരമായില്ലെങ്കിൽ നേരത്തെയൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ഇതുവരെ തീരുമാനമൊന്നും ആയില്ല. ഇനി വരും ദിവസങ്ങളിലും സർക്കാർ ഇത്തരത്തിലൊരു അവഗണനയാണ് തുടരുന്നതെങ്കിൽ അനിശ്ചിതകാല സമരം നടത്താനാണ് ഈ ലൈഫ് ഗാർഡുമാരുടെ തീരുമാനം.